തൃശൂരിലെ ബി.ജെ.പിയുടെ കള്ളവോട്ട് വിഷയത്തിൽ ദിവസം തോറും കൂടുതൽ ദിവസം കഴിയുന്തോറും തെളിവുകൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ്. കള്ളവോട്ടുകൾ ചേർത്തതിനെ ന്യായീകരിച്ച് സുരേഷ് ഗോപിയെ വെള്ളപൂശാനും സമാന്തരമായി ബി.ജെ.പി നേതാക്കൾ ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. സംഭവം മറയ്ക്കാൻ സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവർക്കെതിരെ വ്യാജ ആരോപണങ്ങളുമായി ബി.ജെ.പി നേതാക്കളും സജീവമായി രംഗത്ത് തന്നെയുണ്ട്. കള്ളവോട്ട് ചെയ്തതായി ആരോപിച്ച് സോഷ്യൽ മീഡിയയിൽ വ്യാജ പ്രചരണം നടത്തിയ ബി.ജെ.പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ അനീഷ് കുമാറിനെതിരെ തൃശൂരിലെ കുടുംബം പരാതി നൽകിയിരിക്കുകയാണ്. കുറ്റൂർ സ്വദേശി എം.ടി വേണുഗോപാലാണ് തൃശൂർ വെസ്റ്റ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ഇതിനിടെ ഇറ്റലിക്കാരെയോ ബംഗ്ലാദേശികളെയോ അല്ല തങ്ങൾ വോട്ടർ പട്ടികയിൽ ചേർത്തത് എന്നുള്ള വിചിത്ര ന്യായീകരണവുമായി ബി.ജെ.പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് ഇന്നലെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. കള്ളവോട്ട് ചേർക്കലിനെ ഏത് തരത്തിലും പ്രതിരോധിക്കണം എന്ന തീരുമാനമാണ് കൊച്ചിയിൽ നടന്ന ബി.ജെ.പി കോർ കമ്മിറ്റിയിലും ഉയർന്നിരിക്കുന്നത്. തൃശൂർ കോർപ്പറേഷനിലെ വനിതാ കൗൺസിലറുടെ വീട്ടിൽ കാസർഗോഡ് നിന്നും മലപ്പുറത്ത് നിന്നുമുള്ള സംഘപരിവാർ നേതാക്കളുടെ വോട്ട് ചേർത്തതായുള്ള വിവരങ്ങൾ പുറത്തുവരികയാണ്. വോട്ട് ചേരുകയെ ന്യായീകരിച്ച് ബി.ജെ.പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ വെല്ലുവിളിച്ചിരിക്കുകയാണ് ഇപ്പോഴത്തെ കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ മത്സരിക്കാൻ ചങ്കൂറ്റമുണ്ടോ എന്നാണ് സന്ദീപ് വാര്യർ കെ സുരേന്ദ്രനോട് ചോദിച്ചിരിക്കുന്നത്. വോട്ട് ചോരിക്കെതിരെ കോൺഗ്രസ് സംഘടിപ്പിച്ച ഫ്രീഡം ലൈറ്റ് നൈറ്റ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു സന്ദീപ് വാര്യർ. എന്തിനാണ് വേറെ ആളുകളുടെ പേര് പറയുന്നത് എന്നും സന്ദീപ് വാര്യർ ചോദിക്കുകയാണ്. ചങ്കൂറ്റമുണ്ടെങ്കിൽ തൃശൂർ ടൗൺ മണ്ഡലത്തിൽ മത്സരിക്കാനും അങ്ങനെ ചെയ്താൽ കോൺഗ്രസും യു.ഡി.എഫും തങ്ങളെ പരാജയപ്പെടുത്തുമെന്നും സുരേന്ദ്രനോട് സന്ദീപ് വാര്യർ പറഞ്ഞിരിക്കുകയാണ്. എന്തിനാണ് സുരേന്ദ്ര വേറെ ആളുകളുടെ പേര് പറയുന്നത്? ആണത്തമുണ്ടെങ്കിൽ, ചങ്കൂറ്റമുണ്ടെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ടൗൺ മണ്ഡലത്തിൽ മത്സരിക്കും. കേരളം മുഴുവൻ നടന്ന് പറന്ന് മത്സരിച്ചതല്ലേ? ആ ഹെലികോപ്റ്റർ ഒന്ന് തിരിച്ച് തൃശൂർ ലാൻഡ് ചെയ്യും. ഇവിടെ മാത്രമല്ലേ ബാക്കിയുള്ളൂ. ഞങ്ങൾ തോൽപ്പിച്ച് കാണിച്ചു തരാം. സന്ദീപ് വാര്യർ എന്ന് അങ്ങനെയാണ് വെല്ലുവിളിച്ചിരിക്കുന്നത്. തങ്ങൾ 60,000 കള്ളവോട്ട് ചേർത്തപ്പോൾ മറ്റുള്ളവർ എവിടെയായിരുന്നു എന്നും പോയി തൂങ്ങിച്ചത്തൂടെ എന്നുമായിരുന്നു സുരേന്ദ്രന്റെ പരിഹാസത്തിന് സന്ദീപ് വാര്യർ മറുപടി നൽകിയത്. മഞ്ചേശ്വരത്ത് 15,000 കള്ളവോട്ട് ചേർത്തിട്ടുണ്ടോ എന്ന് ആരോപിച്ച് കോടതിയിൽ കേസിന് പോയ ആളാണ് കെ സുരേന്ദ്രൻ എന്നും അയാൾ തൂങ്ങിച്ചത്തോ എന്നും സന്ദീപ് വാര്യർ ചോദിച്ചിരിക്കുകയാണ്. കേസ് പിൻവലിച്ച് കണ്ടം വഴി ഓടിയ ആളാണ് കെ സുരേന്ദ്രൻ എന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. പാർട്ടി ഫണ്ട് അടിച്ചുമാറ്റുന്ന കാര്യമായാലും വോട്ടർ പട്ടികയിൽ കള്ളവോട്ട് ചേർക്കുന്ന കാര്യമായാലും അതുപോലും വൃത്തിക്ക് ചെയ്യാൻ കഴിയാത്തവരാണ് തൃശൂരിലെ ബി.ജെ.പി ഓഫീസിൽ ഇരിക്കുന്നത്. തൃശൂരിൽ വ്യാപകമായി കള്ളവോട്ട് ചേർത്തു എന്നത് വസ്തുത തന്നെയാണ്. ഇതെല്ലാം പിടിച്ചപ്പോൾ പരിഹാസവും പിന്നീട് ഒരു വെല്ലുവിളിയുമാണ്. തൃശൂരിൽ ശോഭാ സുരേന്ദ്രനെ നിർത്തുമാണ്. എനിക്ക് പകരം രമണൻ ഗോതയിൽ ഇറങ്ങുമെന്ന് പഴയ ഒരു സിനിമയിൽ പറയുന്നത് പോലെയാണ് ഇതൊക്കെ. ശോഭ എവിടെയും ജയിക്കരുത് എന്ന് സുരേന്ദ്രന് നിർബന്ധമില്ല. അയാൾ പ്രസിഡന്റായ കാലത്ത് ജയിക്കാവുന്ന ഒരു മണ്ഡലവും ആ പാവത്തിന് കൊടുത്തിട്ടുമില്ല. ഇപ്പോൾ തൃശൂരിൽ ശോഭയെ കൊണ്ടുവന്ന് നിർത്താനാണ് സുരേന്ദ്രന്റെ പ്ലാൻ. ആ പാവത്തിനെ ബലിയാടാക്കുകയാണ് എന്ന് സന്ദീപ് വാര്യർ പറഞ്ഞു.